ഇസ്രായേൽ പലസ്തീൻ യുദ്ധം അവസാനിക്കാനുള്ള നീക്കത്തിലേക്കോ? ഗാസ ചുടുതിയിൽ വെന്തുരുകി നാമാവിശേഷമായി. എന്നിട്ട് കലിപ്പടങ്ങാതെ നെതന്യാഹുവിന്റെ താണ്ഡവ നൃത്തത്തിൽ ഒരു ജനത നിലം പരിശാവുകയാണ്. കൊടും പട്ടിണിയും രോഗങ്ങളും ഒരു വംശം ഇല്ലാണ്ടാകുന്നു. ലോകം മുഴുവനും ഒരേ സ്വരത്തിൽ യാചിച്ചു ഗാസയുടെ സ്വാതന്ത്ര്യത്തിനായി. ഒരു ചുവട് പോലും പിന്മാറാൻ തയ്യാറല്ലെന്ന ഇസ്രായേൽ വാദത്തിനൊടുവിൽ ഇപ്പോൾ തണുത്ത കാറ്റ് വീശുകയാണ്. ഇസ്രായേൽ ഗാസയെ ഏറ്റെടുക്കുമോ? പരിശോധിക്കാം. ഗാസ നഗരത്തെ ഏറ്റെടുക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അനുമതി നൽകിയതായി പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഓഫീസ്. ഹമാസ് ഇസ്രായേൽ ആക്രമണം നടത്തി മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ഈ തീരുമാനം. മുഴുവൻ പ്രദേശത്തിന്റെയും നിയന്ത്രണം തിരികെ പിടിക്കാനും ഹമാസിനെ എതിർക്കുന്ന സൗഹൃദ അറബ് സൈന്യത്തിന് കൈമാറാനും ഇസ്രായേൽ പദ്ധതിയിടുന്നതായി മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായി നെതന്യാഹു പറഞ്ഞിരുന്നു. ഗാസ മുൻപ് മുഴുവൻ സൈനിക നിയന്ത്രണത്തിൽ ഏറ്റെടുക്കാനും പിന്നീട് സായുധ സേനയ്ക്ക് കൈമാറാനും ഇസ്രായേൽ പദ്ധതിയിടുന്നതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേൽ ഈ മേഖല നിലനിർത്താനോ ഭരിക്കാനോ ആഗ്രഹിക്കുന്നില്ലെന്നും മറിച്ച് ശരിയായി ഭരിക്കുന്ന സായുധ സേനയ്ക്ക് അത് കൈമാറാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ പദ്ധതികൾ അതിലേക്ക് എത്തുമോ എന്നത് വ്യക്തമല്ല. ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായി കൈയെടുക്കുന്നതിനോട് സൈന്യത്തിൽ വിയോജിപ്പും ഉണ്ട്. ഈ നീക്കം ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും ആശങ്കയുണ്ട്. അതേസമയം ബന്ദികളുടെ കുടുംബങ്ങളും ഈ നീക്കത്തെ എതിർത്തിരുന്നു. ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുന്നതടക്കമുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി IDF നൽകിയ മുന്നറിയിപ്പ് തള്ളിയാണ് നെതന്യാഹുവിന്റെ നിർദ്ദേശത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. എന്നാൽ ഗാസ പിടിച്ചെടുക്കാനുള്ള ഒരുക്കവുമായി സർക്കാർ മുന്നോട്ടു പോകവേ സൈനിക നടപടി തുടർന്നതിനെ എതിർത്ത് ഇസ്രായേൽ അഭിപ്രായ വോട്ടെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഉടൻ വെടിനിർത്തൽ കരാറുണ്ടാക്കി ബന്ദികളെ മോചിപ്പിക്കണമെന്നും വോട്ടെടുപ്പിൽ ആവശ്യമുയർന്നു. അതേസമയം ഗാസയുടെ മുഴുവൻ നിയന്ത്രണവും ഇസ്രായേൽ ഏറ്റെടുക്കുമോ എന്ന ചോദ്യത്തിന് നെതന്യാഹു പറഞ്ഞത് തങ്ങൾക്ക് അത് നിലനിർത്താൻ താല്പര്യമില്ലെന്നും ഒരു സുരക്ഷാ പരിധി വേണമെന്നുമാണ്. ഇസ്രായേലിന് ഗാസ ഭരിക്കാൻ താല്പര്യമില്ലെന്നും ഒരു ഭരണസമിതിയായി അവിടെ തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും നെതന്യാഹു ചൂണ്ടിക്കാട്ടി. ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായുള്ള ചർച്ചകൾ എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ ഗാസയിലെ സൈനിക നടപടി വിപുലീകരിക്കുന്ന കാര്യം ചർച്ച ചെയ്യാനായി നെതന്യാഹു ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരുന്നു. 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇസ്രായേൽ സൈനികരെയും കുടിയേറ്റക്കാരെയും പിൻവലിച്ചതിനു ശേഷം ആദ്യമായി ഗാസയിൽ പൂർണ്ണമായ അധിനിവേശം നടത്തുന്നതിനുള്ള ഒരു തീരുമാനം ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിലേക്ക് ഹമാസിനെ അവിടെ നിന്ന് നീക്കം ചെയ്യുക, എല്ലാ ജനങ്ങളെയും ഹമാസിൽ നിന്ന് സ്വതന്ത്രരാക്കുക, ഹമാസിന്റെ ഭീകരതയിൽ നിന്ന് ഇസ്രായേലിനെയും ഗാസയിലെ ജനങ്ങളെ മോചിപ്പിക്കുക എന്നതൊക്കെയാണ് ഉദ്ദേശമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹമാസിന്റെ നിരായുധീകരണം ജീവനോടെയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന 20 പേർ ഉൾപ്പെടെ ശേഷിക്കുന്ന 50 ബന്ദികളെയും തിരികെ കൊണ്ടുവരാൻ ഗാസ മുനമ്പിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കൽ, ഗാസ മുനമ്പിന്മേൽ ഇസ്രായേലിന്റെ സുരക്ഷാ നിയന്ത്രണം, ഹമാസോ പലസ്തീനിയൻ അതോറിറ്റിയോ അല്ലാത്ത ഒരു ബദൽ ഭരണകൂടം തുടങ്ങിയ ആവശ്യങ്ങളാണ് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ പ്രസ്താവനയിൽ ബദൽ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഗാസ മുനമ്പ് പിടിച്ചെടുക്കുന്നത് ഒരു മാനുഷിക ദുരന്തത്തിലേക്ക് നയിക്കുമെന്നും ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും IDF ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഗാസയുടെ 75% ഭാഗങ്ങളും ഇസ്രായേൽ പ്രതിരോധ സേനയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. അവശേഷിക്കുന്ന 25% മധ്യ ഗാസയിലെ നിരവധി അഭയാർത്ഥി ക്യാമ്പുകളും ഗാസ സിറ്റിയും ഉൾപ്പെടുന്നു. അവശേഷിക്കുന്ന ഭാഗങ്ങൾ പൂർണ്ണമായും പിടിച്ചെടുക്കുന്നത് അപകടകരമാണെന്ന മുന്നറിയിപ്പാണ് സൈന്യം നൽകിയിരിക്കുന്നത്. എന്നാൽ സമ്പൂർണ്ണ പിടിച്ചെടുക്കൽ ഘട്ടം ഘട്ടമായിരിക്കുമെന്നതിന്റെ സൂചനയാണ് ആദ്യം ഗാസ സിറ്റി കീഴടക്കാനുള്ള നീക്കത്തിന് പിന്നിൽ. ഏകദേശം 8 ലക്ഷം ആളുകൾ താമസിക്കുന്ന ഗാസ സിറ്റിയിൽ നിന്ന് ഒഴിപ്പിക്കലിന് സൈനിക നടപടിക്ക് ആവശ്യമായി വന്നേക്കാം. ഗാസയിൽ സൈനിക നടപടി വിപുലീകരിക്കാനുള്ള ഇസ്രായേൽ ശ്രമത്തെ ഹമാസ് അപലപിച്ചിട്ടുണ്ട്. വ്യക്തി താൽപര്യങ്ങൾക്ക് വേണ്ടി നെതന്യാഹു ബന്ദികളെ ബലിയാടാക്കുകയാണെന്നും ആരോപിച്ചിരുന്നു. അതേസമയം ഗാസ ഏറ്റെടുക്കുന്ന കാര്യം തീർത്തും ഇസ്രായേലിന്റെ തീരുമാനമാണ് എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെടുന്നത്. ഗാസയിലെ ഇസ്രായേലി ബന്ദികളുടെ ദയനീയമായ വീഡിയോകൾ ഇസ്രായേൽ പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ്. 670 ദിവസത്തിലധികം തടവിൽ കഴിഞ്ഞ അവരെ ഉടൻ തിരിച്ചെത്തിക്കണമെന്ന ആവശ്യവും ഉയർന്നുവരുന്നു. അതേസമയം ഗാസയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 5 പേർ കൂടി പട്ടിണി മൂലം മരിച്ചിരിക്കുകയാണ്. ഇതോടെ പട്ടിണി മരണം 193 ഉയർന്നിരിക്കുന്നു. ഇതിൽ 96 പേരും കുട്ടികളാണ്. ഗാസയിലെ 81% ജനങ്ങൾക്കും ഭക്ഷ്യോപയോഗം ഏറ്റവും കുറഞ്ഞ നിലയിലാണ് ഇപ്പോൾ ലഭിക്കുന്നത്.
ഇത് UN-ന്റെ ഓഫീസ് ഫോർ കോഓർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സിന്റെ റിപ്പോർട്ടാണ്. 10ൽ 9 കുടുംബങ്ങളും ഒരു നേരം ഭക്ഷണമെങ്കിലും കിട്ടാനായി നെട്ടോട്ടമോടുകയാണ്. 2023 ഒക്ടോബർ 7-ന് നടന്ന ആക്രമണത്തിൽ ഹമാസ് തീവ്രവാദികൾ ഏകദേശം 1200 പേരെ കൊന്നു. അവരിൽ ഭൂരിഭാഗം സാധാരണക്കാരായിരുന്നു. 251 പേരെ തട്ടിക്കൊണ്ടുപോയി. 2023-ൽ ഹമാസ് തുടക്കമിട്ട ഈ ആക്രമണം അന്ന് ഏകദേശം 1200 പേരെയാണ് കൊന്നിരുന്നത്. അവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരായിരുന്നു. 251 പേരെ തട്ടിക്കൊണ്ടുപോയി. ഇപ്പോഴും 50 പേരെ ബന്ദികളാക്കി വെച്ചിരിക്കുകയാണ്. അവരിൽ 20 പേർ ജീവിച്ചിരിപ്പുണ്ടെന്നും ഇപ്പോൾ കരുതപ്പെടുന്നു. അതേസമയം ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ 61,000-ത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു. ഏതായാലും ഇസ്രായേലിൽ തണുത്ത കാറ്റ് വീശുന്നെങ്കിൽ ഗാസയുടെ സമാധാനം നമുക്ക് പ്രതീക്ഷിക്കാം.